വീണ്ടും ബി.ജെ.പി കുരുക്കിയ വലയിൽ കുടുങ്ങി കോൺഗ്രസ്. വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവകക്ഷി സംഘത്തെ നയിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ഡോക്ടർ ശശി തരൂരിനെ ഉപയോഗിച്ച് ബി.ജെ.പി ഒരുക്കിയ രാഷ്ട്രീയ നാടകത്തിൽ വീണത് കോൺഗ്രസ് ദേശീയ നേതൃത്വം. പാകിസ്ഥാനെതിരായ ഓപ്പറേഷൻ സിന്ദൂറിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നുവെന്നായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. ഓപ്പറേഷൻ സിന്ദൂറിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളെ പൊളിച്ചുകാട്ടാൻ കഴിവും വർഷങ്ങളുടെ ഭരണപരിചയമുള്ള നേതാക്കൾ കോൺഗ്രസിലുണ്ടെന്നത് ബി.ജെ.പിയെ ഭയപ്പെടുത്തുകയും ചെയ്തിരുന്നു. കോൺഗ്രസിന്റെ ആരോപണങ്ങൾക്ക് പൂട്ടിടാനുള്ള തന്ത്രപരമായ നീക്കമാണ് ബി.ജെ.പി തരൂരിനെ വിദേശകാര്യ പ്രതിനിധി സംഘത്തിന്റെ ചുമതല ഏൽപ്പിക്കുക വഴി നടപ്പാക്കിയത്. ഒറ്റനോട്ടത്തിൽ രാജ്യതാൽപര്യമെന്ന് തോന്നുമെങ്കിലും ഇതിന് പിന്നിലുള്ള രാഷ്ട്രീയം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും രക്ഷ നേടുക എന്നതുമായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ രാജ്യതാൽപര്യങ്ങൾ വിദേശ രാജ്യങ്ങളോട് വിശദീകരിക്കാൻ പോകുന്ന സംഘത്തിൽ ഉൾപ്പെടുത്തിയവർക്ക് പിന്നീട് ബി.ജെ.പി സർക്കാരിനും പ്രധാനമന്ത്രിക്കുമെതിരെ ഈ വിഷയത്തിൽ ആരോപണം ഉന്നയിക്കാനാവില്ലെന്നതായിരുന്നു ബി.ജെ.പി നീക്കത്തിന്റെ കാതൽ. തരൂർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ബി.ജെ.പി നേതൃത്വം തന്ത്രപരമായ ഓഫർ തരൂരിന് മുന്നിൽ വയ്ക്കുകയായിരുന്നു. അതിൽ തരൂർ സമ്മതം മൂളിയതോടെ രാഷ്ട്രീയമായും ഭരണപരമായും ബി.ജെ.പി മേൽക്കൈ നേടി. കേന്ദ്ര സർക്കാർ എടുത്ത സുപ്രധാന തീരുമാനം വ്യക്തമായി ആശയവിനിമയം നടത്താതെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ ഇരുട്ടിൽ നിർത്താനും അവർക്ക് കഴിഞ്ഞു. എന്നാൽ വിഷയം കോൺഗ്രസ് നേതൃത്വം അറിയുകയും തരൂരിനെ ഒഴിവാക്കി കേന്ദ്രത്തിന് പട്ടിക സമർപ്പിക്കുകയും ചെയ്തതോടെ അത് വിവാദമാവുകയും ചെയ്തു. അവിടെയും മറുതന്ത്രമിറക്കി വിജയം കണ്ടത് ബി.ജെ.പിയാണ്. കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്നും മുഴുവൻ ആളുകളെയും ഉൾക്കൊള്ളിക്കാൻ കേന്ദ്രം തയ്യാറായില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസ് നിരാകരിച്ച തരൂരിനെ വിദേശ പ്രതിനിധി സംഘത്തിന്റെ തലപ്പത്ത് നിന്ന് മാറ്റാനും അവർ തയ്യാറായില്ല. ഫലത്തിൽ ഹൈക്കമാൻഡുമായുള്ള തരൂരിന്റെ ഉരസൽ ഫലപ്രദമായി മുതലെടുത്ത ബി.ജെ.പി രാഷ്ട്രീയമായി കൂടി വിജയം നേടുകയായിരുന്നു. കേന്ദ്രം തരൂരിനെ മാറ്റാൻ തയ്യാറാകാതിരിക്കുകയും സംഘത്തെ താൻ നയിക്കുമെന്ന നിലപാടിൽ നിന്നും തരൂർ പിന്മാറാതിരിക്കുകയും ചെയ്തതോടെ ഗത്യന്തരമില്ലാതെ കോൺഗ്രസ് ഹൈക്കമാൻഡിന് തരൂരിന് അനുമതി നൽകേണ്ടതായും വന്നു. സി.പി.എമ്മും മുസ്ലിം ലീഗും തങ്ങളുടെ പ്രതിനിധികളെ സംഘത്തിൽ ഉൾപ്പെടുത്തി ഈ വിഷയം വളരെ നയപരമായി കൈകാര്യം ചെയ്തപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇത് കൈകാര്യം ചെയ്ത് വഷളാക്കി മോശക്കാരായി എന്നതാണ് സത്യം. രാഷ്ട്രീയമായും ഭരണപരമായും ബി.ജെ.പി നടത്തിയ ശ്രമത്തെ ചെറുക്കാൻ കോൺഗ്രസിനായില്ലെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാർട്ടി നേതൃത്വവും ഉപദേശകരും പല തീരുമാനങ്ങളിലും അവധാനതയോടെ ചിന്തിക്കുന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്.